Ladies and gentlemen, boys and girls, this is FC Boy live and direct in Fun with Star by Ajay. ബ്രോ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ഫോട്ടോ കൊച്ചിക്കാരൻ ഇതിനപ്പുറം ഒരു ഗസ്റ്റിനെ ഫൺ വിത്ത് സ്റ്റാർ ഇറക്കാനുണ്ടെന്ന് ചോദിച്ചാൽ സ്വപ്നങ്ങളിൽ മാത്രം. അപ്പം ക്രിസ്മസ് നമുക്ക് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? Merry Christmas. Hey. അപ്പൊ ഈ ക്രിസ്മസ് നമ്മൾ തൂക്കി. Rocking around the Christmas tree at the Christmas party hop. അപ്പം കേക്കോടെ ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഞങ്ങൾക്ക് ഫോട്ടോ കൊച്ചിയുടെ അല്ലെ കൊച്ചിയുടെ ഒരു ക്രിസ്മസ്, ഒരു പഴയകാല ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? why not? മച്ചാനെ, Yes. ബിഗ് ബോസിന് ശേഷമുള്ള ആദ്യ ക്രിസ്മസ് അല്ലേ? അതെ, ഒരുക്കങ്ങൾ എന്താണ്? ഒരുക്കങ്ങൾ ഒന്നും. ഞാൻ ക്രിസ്മസിന് നമ്മള് വീട്ടിലുണ്ടാവും. ആ. അതായത് പണ്ട് തൊട്ടുള്ള ഒരു ഇതാണ്. വേറെ ഏത് ദിവസം പുറത്താണെങ്കിലും ക്രിസ്മസിന് വീട്ടിൽ കാണും. ക്രിസ്മസിന് വീട്ടിലുണ്ടാവും. ആ. അതെ, ക്രിസ്മസിന് നമ്മള് ഇപ്പോ മമ്മിയൊക്കെ പ്രായമായല്ലോ, അപ്പൊ ഞാൻ കുക്ക് ചെയ്യും ക്രിസ്മസിന് മമ്മിയുടെ കൂടെ. എന്നിട്ട് കുറച്ച് അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സ്, ക്ലോസ് അടുത്ത ഫ്രണ്ട്സ് വരും, വീട്ടിലിരിക്കും. ചെറുതായിട്ടൊരു എന്താണ്, എല്ലാവരും ഫുഡ് വെച്ചാൽ എല്ലാവരും വീട്ടിലൊരു വൈൻ കാണുമല്ലോ. അതെ. അപ്പൊ ഒരു വൈനും പിന്നെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും. അങ്ങനെ ക്രിസ്മസ് 24th നൈറ്റ് നമ്മള് പണ്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട് വീട്ടില്. ഞാൻ അങ്ങനെ പള്ളിയിൽ അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന ആളല്ല. അപ്പൊ പോയിക്കൊണ്ടിരുന്നതാണോ? ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും മരിപ്പോ ആരെങ്കിലും ബൗത്തീസോ അതിനൊക്കെയാണ് പള്ളിയിൽ പോകാറുള്ളത്. നമ്മൾ പള്ളിയിൽ നിന്ന് മുങ്ങി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ പള്ളിയിലൊക്കെ പോയിട്ട് കുറെ നാളായി. ഇടക്കിടക്കൊക്കെ പോകും. ക്രിസ്മസിന് വീട്ടിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റേറിയ ഫുഡ് ഏതായിരിക്കും? ഞാൻ എപ്പോഴും ഇപ്പൊ എല്ലാ സമയത്തും ഞാൻ മമ്മിയുടെ വിന്താലിനെ പറ്റി പറഞ്ഞത് ഇപ്പൊ അതിപ്പോ ഭയങ്കര ഫേമസ് ആയ ആൾക്കാർ റെസിപ്പി ചോദിച്ചു തുടങ്ങി. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് ഓർമ്മയുള്ളത്, വീട്ടില് എപ്പോഴും നമ്മളൊരു ഡെവിൾ ഫ്രൈ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. ഫുഡ് വെച്ചിൽ മാത്രം കിട്ടുന്ന ഒരു പോർക്ക് ഡെവിൾ ഫ്രൈ. ഇത്തിരി സ്പൈസി ആയിട്ടുള്ള പോർക്ക് ഒരു ഫ്രൈ പോലെയൊക്കെ ഇരിക്കും. കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കി തരാം. ഇപ്പൊ ടേസ്റ്റ് നോക്കാനാ. അയ്യോ എന്റെ ദൈവമേ, പറഞ്ഞാ മതി. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് നല്ല പോർക്ക് കിട്ടണം. പക്ഷെ നല്ല പോർക്ക് എടുത്ത് പിന്നെ അതിങ്ങനെ ആദ്യം നമ്മളതൊന്ന് ബോയിൽ ചെയ്യും. അതിന്റെ ഒരു നല്ലൊരു പീസായിരിക്കും, എല്ലില്ലാത്ത പീസായിരിക്കണം. എന്നിട്ട് പിന്നെ സ്ലൈസ് ചെയ്യും ചെറുതായിട്ട്. ഈ BDF പോലെ ബീഫ് ഫ്രൈ ആണല്ലോ അവരെ ഈ ടച്ചിങ്സ് പോലെ. അതുപോലെ കോലനായിട്ട് അരിയണം. പുഴുങ്ങിയിട്ട് കോലനായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിങ്ങനെ പതുക്കെ ഫ്രൈ ചെയ്ത്, അതൊരു പെപ്പറി പ്രിപ്പറേഷനാണ്. കുറച്ച് നല്ലൊരു കറുത്ത നിറത്തിലിരിക്കും, അടിപൊളിയായിരിക്കും. എന്നിട്ട് അതങ്ങോട്ട് കഴിക്കണം. അതെ, ചുമ്മാ ബ്രെഡൊക്കെ ആയിട്ട് പിടിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ചോറൊന്നും വേണ്ട, വെറുതെ നമുക്ക് യൂഷ്വലി ഞാൻ പറഞ്ഞില്ലേ വൈൻ ഉണ്ടാവും, ഒരു എന്തെങ്കിലും ഒരു വേണമല്ലോ അതിന്റെ കൂടായിട്ട്. എന്തെങ്കിലും വല്ല വിസ്കിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പിരിറ്റ്സ് എന്താന്ന് വെച്ചാൽ. ഞാൻ കഴിക്കാറില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഒക്കേഷണൽ ഡ്രിങ്കറാണ്. വല്ലപ്പോഴും ഒക്കേഷനൊക്കെ ഉള്ളപ്പോൾ, സെലിബ്രേഷൻ ഒക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മള് ഫാദറും ഞാനും ഒക്കെ ഒരുമിച്ച് GS അടിക്കാറുണ്ട് വീട്ടിൽ തന്നെ. അപ്പൊ അങ്ങനെ വല്ല വിസ്കിയോ എന്തെങ്കിലും അന്നുള്ള സാധനം എന്താന്ന് വെച്ചാൽ നല്ലൊരു സാധനം പൊട്ടിക്കുന്നു, അടിക്കുന്നു, ഇതൊക്കെ ടച്ചിങ്സ് ആയിട്ട് കഴിക്കുന്നു. പൊതുവെ ക്രിസ്മസിന് ഒരുപാട് ചോറും ബ്രെഡും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ കാണില്ല. ഈ ടച്ചിങ്സിലെങ്ങനെ ഒതുങ്ങിപ്പോയും. ഇതിലെങ്കിൽ ലയിച്ചിരിക്കും കുറച്ചു നേരം. ബ്രോ, ഇപ്പൊ ഓരോ സ്ഥലങ്ങളിലും ക്രിസ്മസിന്റെ ആഘോഷം വ്യത്യസ്ത രീതിയിലാണ്. അതെ. ഇപ്പൊ ഞാൻ പത്തനംതിട്ടക്കാരനാണ്. ഞങ്ങളുടെ അവിടെ ക്രിസ്മസിന്റെ ആഘോഷം വേറെ രീതിയാണ്. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഉണ്ടല്ലോ. കൊച്ചി അല്ലെ ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പ്ലസ് പഴയ ക്രിസ്മസും പുതിയ ഇപ്പം വരുന്ന ക്രിസ്മസും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ക്രിസ്മസിന് മുന്നേ തന്നെ ഇപ്പൊ നമ്മളിപ്പോ പ്രിപ്പറേഷൻ തുടങ്ങുമല്ലോ. ഒരു മാസം മുന്നേ തന്നെ, അല്ലെങ്കിൽ 2 മാസം മുന്നേ തന്നെ ആദ്യം ഈ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വൈനിന് വേണ്ടി സോക്ക് ചെയ്ത് വെക്കും ലിക്കറിൽ. അങ്ങനെയാണല്ലോ പ്ലം കേക്ക് ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയൊക്കെ എല്ലാവരും പണ്ടേ ചെയ്ത് വെക്കും. ഇതിപ്പോ നമ്മൾ ബേക്കറിയിലും നല്ല സാധനങ്ങളൊക്കെ പുറത്ത് മാർക്കറ്റിൽ കിട്ടുന്ന കാരണം അതിപ്പോ ഇല്ല, അതിലോട്ട് പോകുന്നില്ല. പിന്നെ ഭരണിയിൽ വൈനിട്ട് വെക്കും. അപ്പൊ ഞാനിപ്പോ വീട്ടിൽ ഫെർമെന്റേഷൻ ചെയ്യാറുണ്ട്. എന്റെ ഈ കയ്യിലുള്ള ടാറ്റു ഒരു ഭരണി അത്. അപ്പൊ കുറെ കൊമ്പൂച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, ടെപ്പാച്ച അതൊക്കെ. അപ്പൊ വൈനപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഉണ്ടാക്കാൻ വേണ്ടി. കാരണം വൈനും ഇതേപോലെ നമുക്കിപ്പോ എല്ലാവരും ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, വല്ല ആന്റിയോ നമ്മുടെ ബന്ധുക്കാരുണ്ടല്ലോ. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നൊക്കെ വരും വൈൻ. അപ്പൊ ആരെങ്കിലും ഒരാളൊക്കെ ഭരണിയിൽ ഇടുകയുള്ളൂ. പണ്ട് ഇത് എല്ലാ വീട്ടിലും ഇങ്ങനെ വെക്കും. അതൊക്കെ ഇല്ല, വളരെ കുറഞ്ഞ്. പിന്നെ ഒരു പ്രത്യേക കസ്റ്റമുണ്ട് ഫോർട്ട് കൊച്ചിയിലും വൈപ്പിനിലും ആയിട്ട് കാണാൻ പറ്റിയത്. കൊൺസ്വാഡ് എന്നാണ് അതിന്റെ പേര്. കൊൺസ്വാഡ്. ഈ കൊൺസ്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോവയിലുണ്ട്,
ഇതേപോലത്തെ ഒരു ആചാരമുണ്ട്. ഇവര് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചൊരു ഹാമ്പർ പോലെ, ഇപ്പൊ ഈ ഗിഫ്റ്റ് ഹാമ്പർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കുറച്ച് സ്വീറ്റ്സിന്റെ ഹാമ്പർ ഒക്കെ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബെബിങ്ക എന്ന് പറഞ്ഞൊരു കേക്ക് ഉണ്ട് ഗോവയില്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരപ്പം ഉണ്ടാവും. ഒരപ്പം ഈ കൊല്ലം സൈഡിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കേക്ക്, അപ്പുറത്തും മുകളിലും താഴത്തും കൂടി ഹീറ്റ് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ മലബാർ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ചട്ടിപ്പത്തിരി പോലത്തെ ഒരു, അല്ലെങ്കിൽ ഒരു പോള പോലെ, കൈപ്പോളൊക്കെ പോലെ പല പേരാണെങ്കിൽ, അതെ, ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ, ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കേക്ക്, പഴയ കേക്ക്, ഓൾഡ് സ്കൂൾ കേക്ക്, ഓവനിൽ ഉണ്ടാക്കിയതല്ല. അതും പിന്നെ അച്ചപ്പത്തിനൊരു കഥയുണ്ടോ? പിന്നെ അച്ചപ്പത്തിനുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. അച്ചപ്പം ഡച്ച് കാലങ്ങളിലാണ് കൂടുതൽ നമ്മളുടെ ഇവിടെ കേരളത്തിൽ വരുന്നത്. അതായത് അച്ചെന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരുന്നതേ ഈ ഡച്ചുകാരാണ് കൂടുതൽ നമ്മുടെ ഈ ഇരുമ്പ് അതിൻ്റെയൊക്കെ ഒരു ഉൽപാദനത്തിന്റെ കേരളത്തിൽ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ ഉൾപ്രദേശങ്ങളിൽ കയറി റിസർച്ച് ചെയ്ത ആൾക്കാർ. കാരണം അവർ മറ്റുള്ളവരെ പോലെ മറ്റേ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരെ പോലെ ഒരു രാജ്ഞിയോ രാജാവും പറഞ്ഞിട്ട് വന്നല്ല. ഇവര് ടോട്ടലി ട്രേഡാണ്, മോണോപ്പൊളി. അവർക്ക് ട്രേഡ് മോണോപ്പൊളി വേണം. അവര് അങ്ങനെ ഈ കുറെ ഇരുമ്പ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവർ 30 വർഷം ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ആയുർവേദം പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതിലൊക്കെയാണ് അവർ പൈസ ഇടുക. അപ്പൊ അന്ന് കുറെ അച്ചുകൾ ഈ കൊല്ലന്മാരെയൊക്കെ പോയി മീറ്റ് ചെയ്ത് ഇവർക്കൊരു പഴയ ഒരു മെറ്റൽ, ടിപ്പു സുൽത്താന്റെ വാളുണ്ടാക്കിയ ഒരു മെറ്റൽ ഉണ്ട്, വുഡ്സ് എന്നാണ് അതിന്റെ പേര്, വുഡ്സ്, ഉരുക്ക് എന്ന് പറയും. ഈ ഉരുക്ക് കണ്ടുപിടിക്കാനുള്ള യാത്രയിൽ ഇവർ കുറെ അച്ചുകളൊക്കെ ഉണ്ടാക്കി. കാരണം അന്ന് അടിമക്കച്ചവടം കൂടുതലുള്ള സമയം. ഈ അപ്പൊ അച്ചുകൾ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ചുകൾ വെച്ചിട്ടാണ് കുതിരയും അടിമയൊക്കെ ബ്രാൻഡ് ചെയ്യുന്നത്, അറിയാലോ. അപ്പൊ ഈ അച്ചുകൾക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലാത്ത സമയത്ത് കൊല്ലന്മാർ ഇങ്ങനെ ഉണ്ടാക്കിയ ചെറിയ അച്ചുകളൊക്കെ ഉണ്ടല്ലോ, ഈ പൂവിന്റെ എതള് പോലെ ഇരിക്കും, അതാണ് റോസ് കുക്കി. അത് നോർവീജിയൻ ആണത് പണ്ട്. ആ സമയത്ത് അവിടെ നിന്നാണ് വരുന്നത് അതിന്റെ ഉത്ഭവം. പിന്നെ ഇവിടെ ആ സമയത്ത് ഈ അച്ചുകൾ കുറെ വ്യാപകമായപ്പോ നമ്മൾ അങ്ങനെ തുടങ്ങി, ഈ അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ആ റോസിന്റെ ഷേപ്പിൽ, അതുകൊണ്ട് അതിന്റെ പേര് റോസ് കുക്കി എന്നാണ്. റോസ് കുക്കി എന്ന് പറയാം. റോസിന്റെ എതളുകൾ പോലെ ഇരിക്കുന്ന അച്ചുണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് അത് വെച്ചിട്ട് അച്ചപ്പം. പിന്നെ അച്ചപ്പം എല്ലായിടത്തും വ്യാപകമായി. നമ്മുടെ കേരളത്തിൽ തന്നെ അതൊരു സുലഭമായി മാറി, എല്ലായിടത്തും ആയി. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്, കൾക്കൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്, വെറുതെ മൈദ മാവും കുറെ ഷുഗർ കോട്ടിംഗ് ഒക്കെ ഉള്ളത് കൾക്കൾസ്. ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മകൾ ചെറുപ്പത്തിലുള്ള. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് കോൺസ്വാഡ്. അപ്പൊ അതൊക്കെയാണ് അവരുടെ ഒരു എന്താണ് ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത. ക്രിസ്മസ് സമയത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ നിറച്ചുണ്ടാവും. കുറെ പാട്ടയിലൊക്കെ ആൾക്കാർ പൊരിച്ചു വെക്കും. അന്നേരം നമ്മൾ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ നിറച്ചും വെച്ചിട്ടുണ്ടാവും. കൾക്കൾസ്, അച്ചപ്പം, പിന്നെ കട്ട്ലേറ്റ്, വൈൻ, കേക്ക്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഒരു ഫോർട്ട് കൊച്ചിക്കാരനായതിൽ അഭിമാനിക്കുന്നു അല്ലേ? അതല്ലേ, ഞാൻ FC ബോയ് എന്നാണല്ലോ അറിയപ്പെടുന്നത്, ഫോർട്ട് കൊച്ചിൻ ബോയ്. അപ്പൊ എനിക്കതൊരു എന്റെ നാടിനോടുള്ള ഒരു കടപ്പാടാണ്. നമ്മളെ നാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നു. ഇപ്പൊ ഞാൻ നടക്കുന്ന രീതി, എന്റെ പേര്, എന്റെ ഭാഷ ശൈലി, ഇതെല്ലാം നാട്ടിന്റെ തന്നെയാണല്ലോ. എന്നെ ഞാനാക്കിയത് നോക്കിയ നാട് തന്നെയാണ് അല്ലേ? പിന്നല്ലേ, നമുക്ക് ഞാൻ കുറെ രാജ്യങ്ങൾ പോയിട്ടുണ്ട് പുറത്തൊക്കെ. ഞാൻ വക്കീലായിരുന്നു 10 വർഷം. അതെ 10 വർഷം വക്കീലായിരുന്നു. 2007 തൊട്ട് 2017 വരെ വക്കീലായിരുന്നു. അതിനുശേഷമാണ് ആക്ച്വലി ആൾക്കാർ എന്നെ അറിയാവുന്ന കൂടുതലും. FC ബോയ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതിന് മുമ്പ് ഒരു ബുക്കൊക്കെ എഴുതിയായിരുന്നു 2016. എനിക്ക് താല്പര്യം ലിറ്ററേച്ചറും ഭക്ഷണമാണ്. അപ്പൊ ഗവേഷണമാണ് ഭക്ഷണത്തിന്റെ. കുറെ നാളായിട്ട് ഫുഡ് ആന്ത്രപ്പോളജി എന്നാണ് അതിന്റെ ആ വിഷയത്തിന്റെ പേര്. സോ ആ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഏരിയയുടെ പേര് കൾണറി ആന്ത്രപ്പോളജി എന്നാണ്. അപ്പൊ ഞാൻ അതിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. റിസർച്ച്, നമ്മുടെ ഒറിജിൻസ് ഒക്കെ അറിയാൻ വേണ്ടി, ഇതേപോലെ കഥകൾ. അപ്പൊ അത് കുറെയൊക്കെ നമുക്ക് ഈ പണ്ട് ഈ എഴുതിയേക്കണ ചരിത്രം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ എഴുതിയ ചരിത്രം, അത് ബ്രിട്ടീഷുകാരന് ആ സമയത്ത് സ്വാധീനിക്കാൻ പറ്റിയ രീതിയിലുള്ള ആൾക്കാർ, അന്ന് പഠിപ്പും വിവരമുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ബ്രിട്ടീഷുകാരൻ എഴുതിയേക്കുന്നത്. അതെ. അപ്പൊ അതിന് മുന്നേ ഉള്ള ചരിത്രം ഉണ്ടാവില്ല. അല്ലെ വേറെ കുറച്ച് ലൈക്ക് ഈ കുറെ കമ്മ്യൂണിറ്റീസിന്റെ ചരിത്രം അതിനകത്ത് ഉണ്ടാവില്ല. അങ്ങനെ കുറെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇവരുടെ ഒന്നും ചരിത്രം പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ കുറെ ഒരു ലോസ്റ്റ് റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞ കുറെ സീരീസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. ചെറുതായിട്ടൊരു അവയർനെസ് കൊടുത്ത ആൾക്കാർക്ക്. അങ്ങനെ ഞാൻ തന്നെ പഴയ ഒരു 500 വർഷം പഴക്കമുള്ള ഒരു സോസ്, മുസാഡ് എന്ന് പറഞ്ഞൊരു സോസ്, നമ്മുടെ ഇവിടെ ഗോത്തുരുത്തി എന്നൊക്കെ പോയിട്ട് കുറെ ചേച്ചിമാരെ എന്നൊക്കെ റെസിപ്പി എടുത്തിട്ട് അത് വെച്ച് ഞാൻ എൻ്റെ ഇവന്റ്സിലൊക്കെ ചെയ്യുമായിരുന്നു. ബോംബെയിലൊക്കെ പോയി ചെയ്യുമ്പോൾ ഇവന്റ്സ് ഉണ്ട്, ഞാൻ ഷെഫായിട്ട് ചെയ്യുന്ന ഇവന്റ്സ്. അപ്പൊ അതിനൊക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്തു, കുറെ ഷെഫുമാർ വന്നു, കുറെ റിസർച്ച് ചെയ്തു. ഇപ്പൊ ആ സോസ് ലൈക്ക് ഞാനിത് ബിഗ് ബോസിനെ പറ്റി പറഞ്ഞായിരുന്നു കഥ. ഇപ്പൊ ആ സോസ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ നെറേറ്റീവ് ഇൻ കേരള കുസീൻ പതുക്കെ എൻ്റെ രീതിയിൽ ലൈക്ക് എനിക്ക് പറ്റാവുന്ന ചേഞ്ചസ് ഉണ്ടാക്കുകയാണ് നമ്മുടെ സ്ഥലത്തിനെ റെപ്രസെന്റ് ചെയ്ത്. അല്ലെ വേറെ മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിനെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പത്തനംതിട്ടക്കാരനാണ്. അപ്പൊ ഇപ്പൊ നമ്മള് പത്തനംതിട്ടക്കുള്ള ഒരു പ്രത്യേക ശീലങ്ങൾ ഉണ്ടാവും ഭക്ഷണത്തിന്. അത് ഒരിക്കലും ചിലപ്പോൾ വയനാടുകാരനുണ്ടാവില്ല.
അതെ, അതൊരു Okay. കൊച്ചിക്കാരനുണ്ടാവണമെന്നില്ല. ഇപ്പൊ അയാൾ ചിലപ്പോ ഒരു മതമായിരിക്കും, ഒരു സെക്ടർ ആയിരിക്കും, ചിലപ്പോൾ സിറിയൻ ക്രിസ്ത്യാനി ആയിരിക്കും, പക്ഷെ എന്നാലും സെയിം സ്വഭാവം ആയിരിക്കില്ല ഇല്ല, വയനാടുള്ളവനും. പക്ഷെ നമ്മൾ കേരള റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചാണ് കൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഒന്ന് മലബാർ മാപ്പിള, ഒന്ന് സിറിയൻ ക്രിസ്ത്യൻ. അതെ, അതെ. പക്ഷെ ഇത് ഏത് സ്ഥലത്തു നിന്നുള്ള ഐഡന്റിറ്റി ഇല്ല. അപ്പൊ ഞാൻ കേരളത്തിന്റെ ആ ഒരു മാപ്പ് ചെയ്തോണ്ടിരിക്കുക. മലയോര പ്രദേശത്തിൽ ഒരു ഭക്ഷണം, പിന്നെ അതുപോലെ തന്നെ തുറമുഖത്തിൽ വേറെ ഭക്ഷണം, തീരപ്രദേശം വേറെ, പിന്നെ നടുക്ക്, ഓക്കെ, അങ്ങനെ താഴ്വാരം, അങ്ങനെ വേറെ ഭക്ഷണം. അപ്പൊ അത് നമ്മൾ അങ്ങനെ ആയിരിക്കും ചിലപ്പം റിസർച്ച് ചെയ്യാം. ചിലപ്പോൾ ഒരു മതപരമായിട്ട് കമ്മ്യൂണിറ്റി വൈസ് ആയിരിക്കില്ല റിസർച്ച് ചെയ്യുന്നത്. ഓക്കെ. എന്നാലും നമുക്ക് ഭക്ഷ്യ സംസ്കാരം ശരിക്കും ലൈക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ പുറത്തേക്ക്. എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫുഡ് വിളമ്പി മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവരുടെ വയറും മനസ്സും ഒരുപോലെ നിറയണം എന്നൊരു തോന്നൽ വന്ന എപ്പോഴായിരുന്നു? അത് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങും. ഓക്കെ. പിന്നെ റെസ്റ്റോറൻറ്റ് കുറച്ച് ആൾ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ പെട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് എത്രത്തോളം മാക്സിമം എന്താണ് നമുക്കത് നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും, അതിന് നമ്മൾ തന്നെ പഠിക്കും കുറേ സ്കിൽസ്. പിന്നെ അതുകൂടാതെ അതിന് മുന്നേ തന്നെ ഞാൻ കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കണമല്ലോ നമ്മള്. ഞാൻ ഇപ്പൊ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, വെയിറ്റർ ആയിട്ടുണ്ട്. ഒരു മടിയുമില്ലായിരുന്നു? അതിലൊന്നുമില്ല. ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തേ നമ്മളിപ്പോ ഏത് ടാസ്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ടാസ്ക് ചെയ്തില്ല എന്നാരും പറയില്ല. ഇല്ല, അതെ, ഒരിക്കലും പറയില്ല. വർക്കൊക്കെ ഞാൻ ചെയ്യും. അത് നമ്മൾ അങ്ങനെ ആണ് വളർന്നേക്കുന്നത്, ആ രീതിയിലാണ്. എന്തും ചെയ്യും. വെയിറ്റർ ആയി എവിടൊക്കെ പോയിട്ടുണ്ട്? കുറച്ച് സ്ഥലങ്ങൾ ബ്രോ. ഞാൻ വക്കീലായിരുന്ന സമയത്ത് വർക്ക് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കോളേജ് സമയത്ത് തന്നെ ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. ഇന്ത്യ റെപ്രസെന്റ് ചെയ്തൊരു കോമ്പറ്റീഷന് കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട്. പോയതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതായിരിക്കും? പോയതിൽ ഇഷ്ടമോ? പോയതിലെല്ലാം ഇഷ്ടം തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇംഗ്ലണ്ട് തന്നെയാണ്. ലൈക്ക് ഞാൻ അവിടെ ആയിരുന്നു കൂടുതൽ നാളുണ്ടായിരുന്നു. അപ്പൊ അവിടെ സ്കോട്ട്ലൻഡ് ആണ് നമ്മളിപ്പോ ചെയ്യുന്ന ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഫാന്റാസ്മ എന്ന് പറയുന്ന പരിപാടി ചെയ്യാറുണ്ട്, ഒരു നടപ്പ്. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. നമുക്കിപ്പോ റീലിലൂടെ കാണാൻ സാധിക്കും. റീലിലൊക്കെ കാണാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് അത്. ഒരു ചാക്യാർ കൂത്തും കഥ ചൊല്ലലും എല്ലാം കൂടി ചേർത്തിട്ടൊരു. ഈ ടാറ്റുവിന്റെ പിന്നിൽ ഓരോ രഹസ്യങ്ങളുണ്ടോ, അല്ലെ ഓരോ സത്യങ്ങളുണ്ടോ? അതെ, ഞാൻ അർത്ഥപരമായിട്ട് അടിക്കാറുള്ളൂ. എന്തൊക്കെയൊന്നും കഥയൊക്കെ ഉണ്ടാവണം. ഇതിപ്പോ ബിഗ് ബോസിൽ നിന്ന് ലേറ്റസ്റ്റ് ഞാൻ ബിഗ് ബോസിന്റെ ആ ലോഗോ ഉണ്ടല്ലോ, കണ്ണ്, അതാണ് ഞാൻ ലേറ്റസ്റ്റ് അടിച്ച ടാറ്റു. പിന്നെ 63 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നത്, 9 വീക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇതിട്ടേക്കണേ. ടാറ്റൂസ്, ആക്സസറീസ്, ഇതൊക്കെ നമുക്കൊരു പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. അത് ബ്രോഡ് മാത്രമാണോ, അതോ ഫോട്ടോ കൊച്ചിക്കാർക്ക് മിക്കവർക്കും ഈ ഒരു ശീലം ഉണ്ടോ? കോസ്റ്റ്യൂമിലാണെങ്കിലും ഞങ്ങള് ഫോട്ടോ കൊച്ചിക്കാർക്ക് ഒരു ഇതുണ്ട്. അതായത് നമ്മള് വീടൊക്കെ ഭയങ്കര ചെറുതായിരിക്കും, സാഹചര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരിക്കും, പക്ഷെ നല്ല ടിപ് ടോപ്പ് ആയിട്ട് നടക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ അതിനെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയും. കറക്റ്റ്, ഒരു മാറ്റവും ഇല്ല. അതില്ല, അത് ഇത്രേ ഉള്ളൂ. നമ്മൾ എന്താ നാട്ടുകാരൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഉള്ളില് വേദനയൊക്കെ ഉണ്ടെങ്കിലും നമ്മള് ചിരിച്ചു തന്നെ ആയിരിക്കും നടക്കുക. അല്ലെ, ലൈഫ് അങ്ങനെ നോക്കാറുള്ളൂ. ഈ പറഞ്ഞ പോലെ നമുക്കൊരു എന്താ, ഇപ്പൊ എല്ലാരും വിചാരിക്കും നമുക്ക് ഭയങ്കര എന്താ അതിന്റെ പേര്, ഇവര് ഡിഫറെന്റ് ആണെന്ന് പറയും ഫോട്ടോ ചെയ്യുന്നത്. അപ്പൊ ഈ സാധാരണ ഇപ്പൊ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ആരെ കണ്ടാലും ഒരു ഫോട്ടോച്ചിക്കാരനെ കണ്ട ഒരു ഫ്രീക്കൻ, കഞ്ചാവ്, അല്ലെങ്കിൽ എന്താ അതിന്റെ പേര്, മറ്റേ ഗുണ്ട, ഇതൊക്കെയല്ലേ പറയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി ഈ ചില തെറ്റിദ്ധാരണകള്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് കുറെയൊക്കെ മാറ്റാൻ പറ്റി. ഞാനിപ്പോ ബിഗ് ബോസിൽ കയറിയപ്പോ എങ്ങനെയാ നമുക്ക് ക്വാളിറ്റിയോടെ ഒരു ഗെയിം കളിക്കാം തീർച്ചയായിട്ടും എന്നുള്ളത് എല്ലാവരും നോട്ടീസ് ചെയ്ത് എല്ലാവരും പറയാറുണ്ട്. ആ ചേട്ടന്റെ വിവരം, അറിവ്, ഇതിനെപ്പറ്റിയൊക്കെ അപ്രീഷിയേറ്റ് ആണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഖത്ത് നോക്കി പണ്ടൊക്കെ ഈ ഒരു കഞ്ചാവല്ലേ, നീ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുവല്ലേ, പണ്ടുണ്ടോ? ഞാൻ മൈൻഡ് ചെയ്യാറില്ല ബ്രോ. അതൊക്കെ ഈ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് അവർക്ക് അവരുടെ തെറ്റിദ്ധാരണയല്ലേ, ജഡ്ജ്മെന്റ് ആണ്. ബൈ ഡിഫോൾട്ട് നമ്മൾ ഇന്ത്യക്കാര് നമ്മൾ പെർവേർട്ടഡും ജഡ്ജ്മെന്റിലും ആണ്. അത് നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ പുറത്തു പോയി കുറെ കൾച്ചറലായിട്ട് എക്സ്പോസ് ആകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ, ഇപ്പൊ എൻ്റെ കൂടെ പഠിച്ചവർ ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള, ബ്രസീലിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെക്കാളും ഇത്തിരിയും കൂടി എന്താണ് കൾച്ചറൽ. അല്ലല്ല നിങ്ങൾക്ക് അറിയില്ല, അവിടെയും കുറെ ദാരിദ്ര്യമൊക്കെ ഉണ്ട് ബ്രസീലില്. അവിടെയും ചേരികളുണ്ട്, അവിടെ നിന്ന് വരുന്ന പിള്ളേരുണ്ട്, അവർ ജീവിക്കുന്ന കാണണം. നമ്മളിപ്പോ വിചാരിക്കും ഇവൻ വെള്ളക്കാരനാണല്ലോ, വൈറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും, പക്ഷെ അവൻ നമ്മളെപ്പോലെ ചിന്തിക്കുന്നത്. അവൻ ഒരു രൂപ ലാഭിക്കാൻ നോക്കണ കാര്യം അവൻ നോക്കും. അവര് നമ്മളെപ്പോലെ ചിന്തിച്ചാണ് പുറത്തൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമല്ലോ, എന്റെ ദൈവമേ കൺവേർട്ട് ചെയ്ത് നോക്കുമല്ലോ, ഒരു കോള മേടിക്കണമെങ്കിൽ നമുക്ക് ഇത്ര രൂപ എന്നുള്ളത്. അവനും അതുപോലെ ചിന്തിക്കുന്നവനാ. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും ഇവൻ വെള്ളക്കാരനാണല്ലോ, ഇവൻ വേറെ, നമ്മൾ കണ്ടിരിക്കുന്ന വെള്ളക്കാരൻ വേറെ അല്ലേ. അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മുടെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ കൾച്ചറിനോട് അഭിമാനം തോന്നും. പിന്നെ ഇതൊന്നും ഒരു മാറ്റർ അല്ല. ഈ പറഞ്ഞ പോലെ ഒരാൾ നമ്മളെ ഇപ്പൊ ഒരു കാര്യം വിളിച്ചു, നീ ഫ്രീക്കനല്ലേ, നീ കഞ്ചാവല്ലേ, അല്ലെങ്കിൽ നീ എന്താ അതിന്റെ പേര്
ഊരിയണ്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞത് ഓക്കെ, നിനക്കാവാൻ പറ്റാത്ത എന്റെ കുറ്റമല്ലല്ലോ. പറയുന്നവര് പറഞ്ഞോട്ടെന്നേ. നമ്മൾ അതിനൊന്നും ചെവി വെക്കാൻ നിൽക്കരുത്. പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ അത് നമ്മുടെ പ്രശ്നമാവും. അത് അവന്റെ പ്രശ്നമല്ലേ, അവൻ നീറി പോകട്ടെ അല്ലേ. എന്തിന് നമ്മൾ അതൊക്കെ ഏറ്റെടുക്കുന്നു വെക്കുന്നത്? ലൈക്ക് ഒരു എന്താ പറയാ, എല്ലാവർക്കും പോയിട്ട് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മറുപടിക്ക് ഒരു വില ഉണ്ടാവണം. അതെ, വെറുതെ വില കളയരുത്. കുറയ്ക്കുന്ന പട്ടികൾ കുറച്ചോട്ടെ. അങ്ങനെയും പറയാം. അതെ അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് ബ്രോയുടെ ഒരു അഭിമുഖത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ആണുങ്ങൾ കരയുമോ? തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, ആണുങ്ങൾക്ക് എന്നെ കരച്ചിലില്ലേ, വിഷമങ്ങളില്ലേ? പിന്നെന്താ? അപ്പൊ അത്രമേൽ അനുഭവങ്ങളുണ്ടോ? ബ്രോ കരയാത്ത മനുഷ്യനല്ല അല്ലേ. അതെ, കരച്ചിൽ വരണമെങ്കിൽ കരഞ്ഞു തീർക്കണം. ഓക്കെ, ഇപ്പൊ ബിഗ് ബോസ് എന്നുള്ളൊരു ഗെയിം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാനത് പുറത്തുനിന്നൊന്നും കരഞ്ഞില്ല. എനിക്കൊരു അതിനൊരു ലക്ഷ്യമുണ്ട്. അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ബിഗ് ബോസിനോട് ചോദിക്കുന്നത് ഒന്ന് കരഞ്ഞോട്ടെ. കാരണം അതുവരെ ഞാൻ പിടിച്ചു നിന്നു. നമ്മൾ പിടിച്ചു നിൽക്കും, പക്ഷെ നമ്മൾ അത് കരഞ്ഞ് തീർക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇത് വിഴുങ്ങി നമ്മൾ തന്നെ നീറി ഉരുകും. അപ്പൊ കരയേണ്ട സമയത്ത് കരഞ്ഞേ പറ്റൂ. അത് ഒരു കുറവായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മളെ ആണത്തൊക്കെ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരയാണ്ടിരുന്നോണ്ടൊക്കെ വേർപ്പ് മുട്ടിയിരുന്ന് അതിന്റെ അത്രയും മാസ് കാണിക്കേണ്ട ആവശ്യമില്ല. മാസ് കാണിക്കേണ്ടടുത്ത് കാണിക്കും. മാസ് കാണിക്കേണ്ട അടുത്ത് മാത്രം കാണിച്ചാൽ മതി. മാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറുതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഒരു പരാതി ഉണ്ടെങ്കിലും ഒരു പരിഭവം ഉണ്ടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും വെറുതെ വില കളയരുത്. അതെ, അത്രേ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. നമുക്കൊരു ഇപ്പൊ ബിഗ് ബോസ് എന്നുള്ള ഗെയിം 100 ദിവസമുള്ള ബ്രോ. ആ 100 ദിവസം നമ്മുടെ ലൈഫിലെ 100 ദിവസം മാത്രമാണ്. അതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ട്, അതിന് ശേഷം ഒരു ലൈഫ് ഉണ്ട്. തീർച്ചയായും. അപ്പൊ അതിനകത്ത് ചെയ്യുന്നത് ഈ സൊസൈറ്റി മൊത്തം കാണുകയാണ്. അപ്പൊ നമ്മളിപ്പോ എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ള, ഈ മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കുകയാണ്. പുറത്തിറങ്ങിയിട്ട് നമ്മളെ അതേപോലെ തന്നെ അംഗീകരിക്കണമെങ്കിൽ ആ ഗെയിമിൽ അവർ കണ്ടത് വെച്ചാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ക്വാളിറ്റി അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ക്വാളിറ്റി തന്നെ പ്രതീക്ഷിക്കും പുറത്ത്. യോനിൽ ബ്രോയുടെ തുറന്നു പറച്ചിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടോ റിയൽ ലൈഫിൽ? ഞാൻ നോക്കാറില്ല. നമ്മളിപ്പോ ഒരു സിനിമ കാണാന്ന് ഓർത്തോ, സിനിമയിൽ ഒരുത്തം ബോംബ് എറിഞ്ഞ് എപ്പോഴും കാണിക്കുന്ന സീൻ എന്താ? പുറകേല് കത്തും, ഇവൻ നടന്നു പോകും മാസമായിട്ട് മുമ്പിൽ കൂടി അല്ലേ. ബോംബ് ഇടുന്നവൻ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല, അത് പൊട്ടിത്തെറിച്ചു പോകും, നടന്നങ്ങോട്ട് പോകും. എനിക്കിനി അറിയണ്ടല്ല, ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചോദിക്കും, ബിഗ് ബോസിലെ ഒരു ജീവിതം കഷ്ടപ്പാട് തന്നെയാണോ? ഒരു മാസം ബ്രോക്ക് ഇഷ്ടമുള്ള തുണിയില്ല, ഇഷ്ടമുള്ള ഭക്ഷണമില്ല, പ്രോട്ടീൻ ഇല്ല, മുട്ടയില്ല, ഫ്രൂട്ട്സ് ഇല്ല, ഇറച്ചിയില്ല, പാലില്ല, പിന്നെ സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ പറ്റില്ല, റേഷനാണ്, പിന്നെ വേറെ എന്തുവാണെങ്കിലും മദ്യമോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടില്ല. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒന്ന് വിശന്നു, ഓക്കെ, നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, ബാക്കിയുള്ളവൻ്റെ കാര്യം കൂടി നോക്കണം എന്നുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ ഒരു അബദ്ധവശാൽ ഒരു സാധനം പോലും വായിന്ന് വന്നു പോരുത്. ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ്. ഇത് നമുക്കറിയാലോ. ഇതൊക്കെ സഹനം കൊണ്ട് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാം. ബിഗ് ബോസിന്റെ പാട്ടിൽ തന്നെ ഉണ്ട്, ലോകത്തിൻ കഥ അറിയാം, ഏകാന്തത താണ്ടി ജയിച്ചവർ ആരാരോ. അതെ, ഏകാന്തത ഉണ്ടാവും, അനുഭവപ്പെടും, ഇത് ഉറപ്പാണ്. അത് നമ്മുടെ മൈൻഡിന്റെ സ്ട്രെങ്ത് ആണ്. ഓരോരുത്തരും മൈൻഡിന്റെ സ്ട്രെങ്ത്തും അവരുടെ മെച്യൂരിറ്റി ലെവൽസ് വെച്ചിട്ടാണ് ബിഗ് ബോസിൽ മുന്നോട്ട് പോവുക. അത് പറ്റാത്തവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം കളിച്ചിട്ട് അവര് പുറത്തിറങ്ങുമ്പോൾ നെഗറ്റീവായി മാറുന്നത്. കാരണം എന്താ വെച്ചാല് ആ ഗെയിമിന്റെ ആ ഷോ അങ്ങനെയാണ്. ഇറ്റ് ഈസ് ഒരാൾക്ക് ക്യാമറ വെച്ച് കൊടുത്തിരിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതം കാണാൻ വേണ്ടി. വോയൂറിസം എന്ന് പറയും. വോയൂറിസം അത് എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മളായിട്ട് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാല് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തന്നെയാണ്. പക്ഷെ നിന്ന ആളുകൾ അത്രയും ഒല്ലായിട്ട് തന്നെ നിന്നേക്കുന്നേ, അത്രേ ഉള്ളൂ. അതിലൊരു മാറ്റം ഇപ്പോഴായാലും സെയിം തന്നെ. അത് ഞാനിതാ തുടക്കത്തിൽ തന്നെ ഞാൻ ഓർത്തു, സെയിം അതിൻ്റെ അകത്ത് എങ്ങനെയാണോ അതേ വൈബും അതേ ആറ്റിറ്റ്യൂഡും സംസാരം. നമ്മളിപ്പോ അവിടെ പോകുന്നത് എന്തിനാണെന്നറിയോ ബ്രോ? എനിക്കിപ്പോ ഞാൻ ചെയ്യുന്ന പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പോലെ ഇരിക്കും. എനിക്ക് മലയാളികൾക്ക് ഒനിയിൽ എന്നുള്ള ഒരാളാരാന്ന് അറിയണം. FC ബോയ് ചെയ്യുന്ന എന്താണ്, ഫോർട്ട് കൊച്ചിക്കാർ ഇങ്ങനെയും ഉണ്ട്. വെറുതെ കഞ്ചാവും ഫ്രീക്കനും മറ്റേ ഈ വിവരില്ലാത്തവനും പൊട്ടന്മാരും മണ്ടന്മാരൊന്നും അല്ല. അല്ലെങ്കിൽ അപ്പൊ എന്റെ നാട്ടിൽ എനിക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പൊ MLA-യുടെ വക സ്വീകരണം കിട്ടി, കൗൺസിലറിന്റെ വക കിട്ടി, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ കിട്ടി. ഇതൊക്കെ വലിയ കാര്യമാണ്. നാട്ടിലെ ആൾക്കാർ ആ പേരുണ്ടല്ലോ, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ FC ബോയ്, ഫോർട്ട് കൊച്ചിൻ ബോയ്, അത് ഞാനൊരു തൂലികാനാമമായിട്ട് ഒരു ബുക്ക് എഴുതാൻ വേണ്ടി കിട്ടിയ പേരാണ്. അതിപ്പോ ആൾക്കാരെ ഏറ്റെടുത്തു. അപ്പൊ
അതിനിപ്പോ ഒരു സന്തോഷം വേണ്ട. അതൊരു വലിയ സന്തോഷമാണ് ബ്രോ. അതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷം എന്ന് പറയില്ല, വലിയ സന്തോഷം അത്. ബിഗ് ബോസിൽ പോയതിനു ശേഷവും അതിന് മുമ്പുള്ള വലിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? സോ 63 ദിവസം ഞാൻ തെറി പറഞ്ഞില്ല. ഓക്കെ, തെറി പറയുന്നവനായിരുന്നോ? അല്ല, ഞാനിപ്പോൾ ഉള്ള കാര്യം പറയാലോ, ഞാൻ ഒരു സെൻറ്റൻസിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മൈ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു ഫക്ക് ഇത് വന്നിരിക്കും. ഓക്കെ, ചിലപ്പോൾ അതായത് തെറി പറയാൻ വേണ്ടിയല്ല, കാഷ്വൽ തെറിയായിട്ട് കൂട്ടേണ്ട കാര്യമില്ല, ഒഫൻഡഡ് ആവാൻ വേണ്ടിയല്ല, ആരെങ്കിലും ഒഫൻസ് എന്താ നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ. ഇത് കൺട്രോൾ ചെയ്യണ്ടേ ബ്രോ? അതെ, എന്ത് പണിയാ അത് കൺട്രോൾ ചെയ്യണ്ടേ? കോമഡി എന്നറിയോ, അക്ബർ എന്നെ ആദ്യത്തെ ആഴ്ച തന്നെ രണ്ടാമത്തെ ആഴ്ച തന്നെ അവൻ ഡാഷ് മൈ എന്ന് പറഞ്ഞു. എനിക്കൊരു സന്തോഷം, ഇത് പോയി കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 4 പ്രാവശ്യം പറയാലോ ബിഗ് ബോസിൽ അവരെ ഇന്ന് പറഞ്ഞെന്ന്. അത് വേറൊരു ഗെയിം, അത് അങ്ങനെയൊക്കെ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഗുണങ്ങളുണ്ടായി നമ്മുടെ പെരുമാറ്റത്തിൽ. ആദ്യം തന്നെ നമ്മുടെ റെസ്പോൺസ് മനസ്സിൽ നിന്ന് വരുന്നത് തെറിയോ അങ്ങനെ ഒരു ദേഷ്യമൊന്നുമല്ല, ചിലപ്പോൾ ഒരു ഫോക്കസ് ഇത്തിരി കൂടി ക്ലിയർ ആവും. കാരണം ഞാൻ പ്രത്യേകിച്ച് അപ്പോൾ എനിക്ക് കുറേ അനലൈസ് ചെയ്യാൻ പറ്റി ഗെയിം. ഓരോ ആളുകൾ, നമ്മുടെ ഒരു ഗെയിമിലെ ഒപ്പണൻസ്, ഇവരെന്താണ് ഇവർ ചെയ്യുന്നത്, ഇവരുടെ സ്ട്രാറ്റജി എന്താണ്, ഇതെങ്ങനെ പൊളിക്കാൻ പറ്റും, ഞാൻ മൈൻഡ് വെച്ചിട്ട് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ പല ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ചിലവർ ഫിസിക്കലി ഭയങ്കര ഫിസിക്കൽ ഗെയിംസ് ചെയ്യുന്ന ആളായിരിക്കും, ചിലവർ സ്ട്രാറ്റജി ഗെയിംസ് ചെയ്യുന്ന ആളായിരിക്കും, ചിലവർ സംസാരം കൊണ്ടുള്ള ആളായിരിക്കും, നാക്കുകൊണ്ട് പിടിച്ച് നിൽക്കുന്ന. അതെ, പിന്നെ ചിലവർ കുതന്ത്രം, ചിലവർ ആളുകളെ പ്ലീസ് ചെയ്യുന്ന ആളായിരിക്കും, ചിലവർ ഒരു എന്താ പറയുക ഓഡിയൻസ് ആയിട്ട് കണക്ഷൻ കൂടുതലുള്ള ആളായിരിക്കും അവരുടെ രീതിയിലുള്ള. അപ്പോൾ ഓരോരുത്തർക്ക് ഏത് വേണമെങ്കിലും പിടിക്കാം. ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ തീരുമാനം, അവരൊരു ഇഷ്ടമാണല്ലോ, അവരൊരു ഇഷ്ടമാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു കാണുന്നവൻ അതിനെ ഫേക്ക് എന്ന് വിളിക്കാം, ഡേർട്ടി എന്ന് വിളിക്കാം, ചീപ്പ് എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. ഈ വിളിക്കുന്നവൻ വിളിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ എല്ലാം ഒരു റിയൽ നെയിം എന്ന് പറയുന്നത് ഗെയിം ഷോ. ഇറ്റ് ഈസ് എ ഗെയിം. ആ ഗെയിം സർവൈവ് ചെയ്യുക. ആ ഗെയിം നമ്മൾ എന്ത് വേണം ചെയ്യണം. നമ്മളവിടെ വേണമെങ്കിൽ ഇത്രയും ദിവസം ഭക്ഷണം ഇല്ലാണ്ട് കിടക്കണം. ഞാൻ അതൊക്കെ തയ്യാറായിട്ടാണ് പോയത്. ഞാൻ പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ സിഗരറ്റ് വലി ഫോർ എക്സാമ്പിൾ ഒരു മാസം മൊത്തം കുറച്ചിട്ടാണ് പോയത്. നമുക്ക് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ള അറിയാം. ഞാനാണെങ്കിൽ ടാസ്ക് എല്ലാം മര്യാദയ്ക്ക് ചെയ്യുന്നു. 3 ആഴ്ച ക്യാപ്റ്റൻസിയിൽ വന്നു. അതങ്ങനെ വെറുതെ വരില്ലല്ലോ ബ്രോ. അടുപ്പിച്ച് 3 ആഴ്ച ക്യാപ്റ്റൻസിയിൽ വരുന്നു. അതായത് നമ്മളെ ഹൗസിലുള്ള ഇത്രയും മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടല്ലേ നമ്മളെ നോമിനേറ്റ് ചെയ്ത് ക്യാപ്റ്റൻ ആകുന്നത്. അപ്പോൾ നമ്മൾ ടാസ്ക് എല്ലാം മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് വിശ്രമിക്കും, അല്ലാതെ ചിലപ്പോൾ പോയിട്ട് കോണ്ടന്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇതില്ല. എനിക്ക് നമ്മൾ ചെയ്യുന്നതാണ് കോണ്ടന്റ്. നമ്മൾ കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുക, പ്രിറ്റൻഷ്യസ് ആവുക, ഫേക്ക് ആവുക, അതല്ലായിരിക്കും എൻ്റെ സ്ട്രാറ്റജി. എനിക്കെപ്പോഴും ജെന്യൂൻ ആയിട്ട് ഇരിക്കണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും. നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിട്ടാണ് അവിടെ ആൾക്കാർ കണ്ടെന്ന് വെച്ചാൽ ചേട്ടാന്ന് വിളിക്കോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ചേട്ടൻ ക്യാപ്റ്റൻ ആയിക്കോ, ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അതുണ്ട്. പിന്നെ അതുകൂടാണ്ട് സ്പോൺസർ ടാസ്ക് എല്ലാം ഞാനായിരിക്കും ജയിക്കുന്ന പോലെ പറയുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു ടീം വരുമ്പോൾ ഞാൻ വേഴ്സസ് അക്ബർ ആയിരിക്കും. ഞാനും അക്ബറും കൂടി ഒരു ടീം വന്നു കഴിഞ്ഞാൽ ഉടനടി ആ ഗെയിം ബിഗ് ബോസ് തന്നെ വിട്ടുകളയും. കാരണം വെച്ചാൽ നമ്മൾ ഫാക്ടറി ടാസ്ക് വന്നു പൊളിച്ചു കൊടുത്തില്ലേ, അതെ എന്നെ അക്ബറിന് ഒരുമിച്ച് ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും എതിരാളികളായിരിക്കും. പക്ഷേ ഈ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കണ്ടു കാണും, ഞാൻ എല്ലാവരുമായിട്ടും കൂടുന്നുണ്ട്, എല്ലാവരും എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, നല്ലൊരു കമ്പനി ആയിട്ട് നമ്മൾ അങ്ങനെയാണ്. ഇന്ന് സന്തോഷമാണോ? വളരെയധികം ഹാപ്പിയാണ്. പിന്നല്ലാതെ. പിന്നെ ബ്രോ അതുകൂടാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ടൈമാണ് ക്രിസ്മസ് ഒക്കെ. ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലുള്ള സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സാകാൻ പറ്റില്ല. എന്തൊക്കെ സെലിബ്രേഷൻസ് ഉണ്ട് ഫോർട്ട് കൊച്ചി? കുറേ കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി നമ്മളുടെ എല്ലാവരും ആ സമയത്ത് നമ്മൾ പണ്ട് ചെറുപ്പത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും നാട്ടിൽ വരും. ഓക്കെ, എല്ലാവർക്കും തിരിച്ചു വരണമല്ലോ വീട്ടിലേക്ക്. അതൊരു ആഘോഷമാണ്, ഒരു കൂട്ടായ്മ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നമുക്ക് ഓടി അടക്കാം. പഴയ പോലെ തന്നെ ആ സമയത്ത് ആരും പണിയൊന്നും എടുക്കുന്നില്ലായിരിക്കും. അപ്പോൾ ആ ലീവിൻ്റെ സമയമായിരിക്കുമല്ലോ, നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലീവിൻ്റെ സമയത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ അവരവരെ അമ്മച്ച വിന്താലും ഉണ്ടാവും. അതൊക്കെ ഭരണിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ കോൺസ്വാഡ്, മറ്റേ ഫുള്ള് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഫുള്ള് കഴിച്ച് തീർക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ വീട്ടിൽ പോയാലും സെയിം സാധനം. ചിലപ്പോൾ കാറിയ എണ്ണ ഒരേ കടയിൽ നിന്നായിരിക്കും മേടിച്ചിരിക്കുന്നത്. സെയിം എൻ്റെ അച്ചപ്പം കാറിയിരിക്കണം നിൻ്റെയും, അതുപോലെയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ വീട്ടിലും പോയി കഴിഞ്ഞാൽ ഈ സെയിം ഒരു പാക്കേജ് കോൺസ്വാഡും വരും, ഈ പറഞ്ഞ പോലെ വൈനും വരും, കേക്കും വരും ഈ സമയത്ത്. അപ്പം എങ്ങനെ വന്നാലും ഏത് വീട്ടിൽ പോയാലും നമുക്ക് അവരുടെ ടെറസിലിരുന്ന് ചില്ല് ചെയ്യാം. എല്ലാവർക്കും അവിടെ ടെറസൊക്കെ, വീടൊക്കെ അല്ലേ നമ്മുടെ ഫ്ലാറ്റ് ഒന്നും അധികം, എല്ലാവരും വീട്ടിൽ ടെറസ് ഉണ്ടാവും, ടെറസിലിരിക്കും, നമ്മളെല്ലാവരും കൂടി കൂടും. ഇതൊക്കെ ആയിരിക്കും സ്ഥിരം കാരണം പുറത്ത് നിറച്ചു ആളായിരിക്കും ഫോട്ടോ വെച്ചിട്ട്. അപ്പം ഞങ്ങൾ ആരും തലക്കോളമുള്ള ആൾക്കാരൊന്നും ആ പപ്പാഞ്ഞിനെ കത്തിക്കാനൊന്നും പോകാറില്ല.
ഞാനൊന്നും അത് കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഇല്ല. അപ്പൊ കത്തിക്കാൻ എന്റെ പോകുന്ന ചെറുപ്പത്തിലെ കണ്ട 9 വയസ്സിലെന്തോ കണ്ട. അപ്പൊ കത്തിക്കാൻ പോകുന്ന ഓളമുള്ളവരായിട്ടെന്നാണോ പറയുന്നത്? അല്ല, ഞങ്ങൾക്ക് എല്ലാ വഴിയിലും ഗല്ലിയൊക്കെ ഉണ്ടല്ലേ, ഓക്കെ. അതിന്റെ അറ്റത്ത് ഒരു ചെറിയ പപ്പാഞ്ഞിനെ കത്തിക്കും. ആ. ഈ കൂട്ടായ്മ ഓക്കെ. റെസിഡൻസ് അസോസിയേഷൻ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ, നമ്മൾ കുറച്ച് ഫാമിലീസ്, അത് മതി. ആ വലുതിന് പോവില്ല. അപ്പൊ ഇനിയും ആഘോഷ ദിനങ്ങളാ അല്ലേ? ഇനി ആഘോഷ ദിനങ്ങളാ. പിന്നെ അതുകൂടാണ്ട് ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് ഉള്ള ഈ പറഞ്ഞ പോലെ ഈ റോഡിലൂടെ ഒരു വണ്ടി ഇറക്കാൻ പറ്റില്ല ബ്രോ. ഭയങ്കര ബുദ്ധിമുട്ടാ. ഓക്കെ. അത്ര ആളല്ലേ. അപ്പൊ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇടവഴി ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഓക്കെ. ഓക്കെ. ചെറിയ ബൈക്കിലും സൈക്കിളിലും ഒക്കെ ആയിരിക്കും നടക്കുന്ന ഫുൾ. അപ്പം ഞങ്ങളുടെ ഫൺ വിത്ത് സ്റ്റാർ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ക്രിസ്മസ് വിഷ്. മേരി ക്രിസ്മസ്, വെൽക്കം ടു ഫോർട്ട് കൊച്ചിൻ. നമ്മൾ എല്ലാവരും വരുമ്പോൾ തന്നെ ഒരു ചെറിയ കാര്യം ഓർക്കുക, ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാകുന്ന സമയമാണ്. അതായത് ഈ ആൾക്കാർ ആഘോഷിച്ച് ബിയർ ബോട്ടിലും അതൊക്കെ ഇങ്ങനെ റോട്ടിലൊക്കെ ഇട്ട് കുറേ ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ വരികയാണ്, തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പ്ലീസ് ഡു നോട്ട് ലിറ്റർ ദ പ്ലേസസ് ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്കുക. അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ സ്ഥലത്ത് ഈ വേസ്റ്റ് ഇടാനുള്ള ഒരു കൊട്ട പോലെയൊക്കെ വെച്ചിട്ടുണ്ട്, അതിൽ മാത്രം ഇടുക. അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം നിങ്ങൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമെന്ന് പ്ലീസ്. റോഡിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ആൾക്കാർ ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. കാരണം വെച്ചാൽ നമ്മൾ എന്താ പറയുക, ആ സമയത്ത് ഒരുക്കിയിരിക്കും ആ സ്ഥലമൊക്കെ. ഗസ്റ്റുകൾ വരണം, നല്ലപോലെ നമ്മുടെ വീട് നല്ലപോലെ ആയിരിക്കണം. നമുക്ക് എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി വെക്കുക, അവരവരെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുക. ഡ്യൂറിങ് ക്രിസ്മസ് എന്തൊക്കെ പാർട്ടി നടന്നാലും അതൊക്കെ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ FC ബോയ് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയുള്ള ക്രിസ്മസ് രാവുകൾ എല്ലാവരും ഒരു ആഘോഷമായി മാറ്റട്ടെ, തീർക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നതിന് ഒത്തിരി സന്തോഷം. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.